ചൈന ലോകത്തെ നിയന്ത്രിക്കുന്നത് റയർ മെറ്റൽസ് ഉപയോഗിച്ചുകൊണ്ടാണ്. ലോകത്തിലെ 90% റയർ മെറ്റൽ ഇൻഡസ്ട്രീസ് നിയന്ത്രിക്കുന്നത് ചൈനയാണ്. അതുകൊണ്ട് തന്നെ മറ്റു രാജ്യങ്ങൾക്ക് ചൈനയുമായി ഏറ്റുമുട്ടാൻ അല്പം ഭയവുമാണ്. അമേരിക്ക പോലും മുട്ടുവിറയ്ക്കുന്നത് ഇത്തരത്തിലാണ്. എന്നാൽ അതിനെയെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ഒരു പുതിയ വാർത്തയാണ് എത്തുന്നത്. ലോകത്തിലെ തന്നെ 90% റയർ മെറ്റൽ നിയന്ത്രിക്കുന്ന ചൈനയ്ക്ക് ബദലായിക്കൊണ്ട് വളർന്നു വരുന്നത് ഒരു ഇന്ത്യൻ ജില്ലയാണ്. ഇന്ത്യയിലെ രാജസ്ഥാനിലെ ബാർമർ ജില്ലയിലാണ് ഒരു വലിയ നിധിശേഖരം കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ലോകത്തിന്റെ ശരാശരി സാന്ദ്രതയുടെ 100 മടങ്ങിലധികമുള്ള മൂലകങ്ങളും ധാതുക്കളുമാണ് ഇപ്പോൾ ഇവിടെ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഇവിടെ നിന്ന് ലഭിച്ച പ്രധാനപ്പെട്ട ഒരു ധാതു എന്ന് പറയുന്നത് നിയോബിൻ ആണ്. നിയോബിൻ മാത്രമല്ല, മറ്റ് അനവധി ധാതുക്കൾ കൂടിയുണ്ട്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പ്രാഥമിക റിപ്പോർട്ട് അനുസരിച്ച് സിവാന എന്ന് പറയുന്ന ഈ പ്രദേശത്ത് ധാരാളം നിയോബിനുണ്ട്. ഇതിനെ ഖനനം ചെയ്യാൻ ഇപ്പോൾ ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നു. ഇലക്ട്രിക് വാഹനങ്ങളും ആണവോർജവും റോക്കറ്റ് സയൻസും ഹൈടെക്കും ഉൾപ്പെടെയുള്ളവയ്ക്ക് ഇത് അനിവാര്യമാണ്. ഇത് കൂടാതെ തന്നെ നിയോമിൻ കൂടാതെ തന്നെ ഉള്ള ഗാലിയം, റുബീഡിയം, എപ്പിഡിയം, തോറിയം, യുറേനിയം തുടങ്ങിയവയും ഇവിടെ നിന്ന് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അതായത് 15 തരം റയർ മെറ്റൽസ് ആണ് ഇവിടെ നിന്ന് ഖനനം ചെയ്യാൻ ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. അത് കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നത് ഇത് 90 ബില്യൺ രൂപയിലധികം വില മതിക്കുന്നവയാണ് ഇവയെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഈ ജില്ലയിലുള്ള കന്തായ്, ദന്ത, ലങ്കേര, രാഖി, തപാൻ, ഭദിധേക്ക, ഫുലാൻ, ഭണ്ഡലി തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം ഇപ്പോൾ ഈ സർവേയുടെ ഭാഗമായിട്ട് ഇത്തരം ധാതുക്കളും മൂലകങ്ങളും കണ്ടെത്തിയിരിക്കുന്നു. ഇപ്പോൾ ഖനന കമ്പനികളെല്ലാം തന്നെ ഇവിടെ നിന്ന് ഈ ഖനനം ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നു. നാം ഇതുവരെ കൈവെക്കാത്ത ഒരു മേഖലയാണ്. കാരണം നാളിതുവരെ ഭരിച്ച ഭരണാധികാരികൾ ഒരു സെമി കണ്ടക്ടർ ചിപ്പ് പോലും നിർമ്മിക്കാത്തടത്ത് 2021 ആ ഒരു മേഖലയിലും കൈവച്ചുകൊണ്ട് ഇപ്പോൾ ഇതാ റയർ മെറ്റൽസിന്റെ ഖനനവും ഇന്ത്യ ആരംഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി 8000 കോടി രൂപ ഇതിന്റെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടി നൽകിയിരുന്നു. ഇപ്പോൾ ഇതാ രാജസ്ഥാനിലെ ഒരു ജില്ല ചൈനയെ മാത്രമല്ല ലോകത്തെ ആകെ ഞെട്ടിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.